അങ്ങനെ ഇന്ത്യ വേഴ്സ് ബംഗ്ലാദേശ് AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയർ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ 1-0 എന്ന് പറയുന്ന സ്കോറിൽ പരാജയപ്പെട്ടിരിക്കുന്നു. സത്യം പറയാം, ഈ ഒരു മത്സരം കണ്ട സമയത്ത് നമ്മൾ ബംഗ്ലാദേശിനോടാണ് കളിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ബംഗ്ലാദേശ് അത്രയും മികച്ച ഒരു പ്രകടനം ഈ ഒരു ഫുട്ബോൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. കുറച്ച് മാസങ്ങൾ മുമ്പ് കളിച്ച ബംഗ്ലാദേശ് അല്ല ഇത് കംപ്ലീറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള ബംഗ്ലാദേശ്. ഞാൻ നോക്കുന്ന നേപ്പാളിനെതിരെ കഴിഞ്ഞ ലാസ്റ്റ് മത്സരം കളിച്ചിട്ടുണ്ടെങ്കിൽ അവർ 2-2 എന്ന സ്കോറിൽ സമനിലയായിട്ടായിരുന്നു. പക്ഷേ നേപ്പാളിനെ കളിച്ച ഒരു ഹൈലൈറ്റ്സ് കാര്യങ്ങൾ കണ്ട സമയത്ത് ഉള്ള ഒരു ബംഗ്ലാദേശ് അല്ല ഇത്. ഇന്ത്യക്കെതിരെ കളിക്കുന്ന സമയത്ത് അവർ കൃത്യമായിട്ടുള്ള ഇന്ത്യൻ്റെ മേലെ ഡൊമിനേഷൻ നിലനിർത്തിയിട്ടാണ് കളിച്ചിട്ടുള്ളത്. ഗംഭീര പ്രകടനം ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ആ ഒരു ഗോൾ വന്നത് നമുക്ക് നോക്കാം. ഹംസ ചൗധരിൻ്റെ ഒരു ലോങ് പാസിൽ നിന്നാണ് ആ ഒരു ഗോൾ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് ആ ഒരു സൈഡിലൂടെ ലോങ് പാസ് കിട്ടി. അന്നപ്പം തന്നെ ആ ഒരു പ്ലെയർ കൗണ്ടർ അറ്റാക്ക് തുടങ്ങി കൃത്യ ടൈമിന് പാസ് ചെയ്തു. അന്നപ്പോൾ മുർസലി കയറി വന്ന് ബംഗ്ലാദേശിൻ്റെ 7 നമ്പർ മുർസലി കയറി വന്ന് അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ഡിഫൻസിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഗോൾ കീപ്പർ ഭാഗത്ത് നിന്ന് അത്യാവശ്യം മിസ്റ്റേക്ക് തന്നെ ഈ ഒരു ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് സ്പീഡിൽ ചെയ്യേണ്ട ഒരു കാര്യം കുറച്ചൊരു സ്ലോ ആയി പോയിട്ടുണ്ട് നമ്മുടെ ഡിഫൻസിൻ്റെ ഭാഗത്ത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗോൾ വീണത്. പിന്നെ അതിനുശേഷം നമ്മൾ കുറേ ശ്രമിച്ചു, നല്ല ഫുട്ബോളും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നിട്ടും ഒരു കാര്യം ഉണ്ടാക്കാനില്ല. നമുക്കൊരു ഗോൾ പോലും കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ പറയുന്ന OCA താരങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് വരുന്നത്. ഈ OCA താരങ്ങൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റ് പല ലീഗുകളും കളിച്ച് പരിചയസമ്പത്തുള്ള ആൾക്കാരായിരിക്കും. അവരിവിടെ വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ഫുട്ബോൾ ഒരു ചേഞ്ച് ഉണ്ടാവും. അതിന് ഏറ്റവും ഉദാഹരണമാണ് ബംഗ്ലാദേശ്. അവർ 2013 തന്നെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ബുദ്ധിയാനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഡെൻമാർക്ക് ജനിച്ച് വളർന്നിട്ടുള്ള അവിടെ പരിചയസമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ടും ഹംസ ചൗധരിനെ പോലുള്ള ഒരു പ്ലെയറെ കൊണ്ടുവന്ന സമയത്ത് അവരുടെ റേഞ്ച് തന്നെ കുറച്ചുകൂടി മാറി. അവർ രണ്ട് പ്ലെയർ ഒരേ ലെവലിലുള്ള കളി വന്ന സമയത്ത് അവരുടെ ഫുട്ബോളിൻ്റെ റേഞ്ച് തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് യാതൊന്നും പറയാനില്ല. ഈ ഒരു ഗോൾ പറഞ്ഞതിൽ തന്നെ ഹംസ ചൗധരിൻ്റെ കൈകളുണ്ട് എന്നുള്ളതാണ്. ഒരു ക്രിയേഷനാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫുട്ബോൾ. നമ്മൾ ഈ ഇന്ത്യൻ ലീഗിൽ മാത്രം കളിക്കുന്ന പല പ്ലേയേഴ്സിനെയും പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള വിദേശ ലീഗുകളിൽ കളിക്കുന്ന പല പ്ലേയേഴ്സിനെയും നമ്മൾ ടീമിലേക്ക് ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഇതിന്നൊരു കഴിച്ചിലാവാൻ കഴിയൂ എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയും. അല്ലാതെ നമ്മൾ എന്തൊക്കെ കളിച്ചിട്ടും കാര്യമില്ല, നമ്മൾ ഇവിടെ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് ഈ ഒരു മത്സരം എന്നൊക്കെ പറയുന്നത് നമുക്ക് നാണക്കെടാതെ രക്ഷപ്പെടാൻ പറ്റിയ കുറച്ച് മത്സരങ്ങളായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഹോങ്കോങ്ങിനുള്ള കളി കണ്ടറിയേണ്ടി വരും. ഒന്നും പറയാനില്ല, അതും നമ്മൾ പരാജയപ്പെടും.